ഇന്ത്യയിലെ തന്നെ പ്രഥമ ഫുട്ബോൾ ലീഗായിട്ടുള്ള ISLന്റെ ഭാവി എന്താവുമെന്നൊരു കാര്യത്തിലുള്ള അവ്യക്തത തുറന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നിലവിൽ സൂപ്പർ കപ്പിൻ്റെ സെമി ഫൈനലിന് വേണ്ടി പല ക്ലബ്ബുകളും തയ്യാറാവുന്നുണ്ട്. ആ ക്ലബ്ബുകൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ക്ലബ്ബുകളും പ്രവർത്തനരഹിതമായി നിലവിൽ മാറിയിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ പോലും ഈ ഒരു ISLന്റെ കാര്യത്തിലുള്ള അവ്യക്തത നിലനിൽക്കുന്നതിനാൽ തന്നെ തങ്ങളുടെ താരങ്ങളെ, വിദേശ താരങ്ങളെ അവരുടെ രാജ്യങ്ങളിലേക്കും, അതായത് ഫോറിൻ കൺട്രീസിലേക്കും, തങ്ങളുടെ മറ്റുള്ള ഇന്ത്യൻ താരങ്ങളെ അവരുടെ വീടുകളിലേക്കും മടക്കി അയച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ട്രെയിനിങ് സെക്ഷൻസ് എല്ലാം തന്നെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന സിറ്റുവേഷനാണ്. അതായത് ISLന്റെ കാര്യത്തിൽ ഇതുവരെ ആയിട്ടും ഒരു വ്യക്തത നിലവിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ തരുന്നില്ല. നേരത്തെ കല്യാൺ ചൗബെ, അതായത് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള കല്യാൺ ചൗബെ ആരാധകർ അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഡിസംബറിൽ ISL ആരംഭിക്കുമെന്നാണ്. എന്നാൽ ആ ഒരു വാക്കിന് ഒരു മൂല്യം ഇല്ലാത്ത തരത്തിലുള്ള പ്രതികരണം, അല്ലെങ്കിൽ ഒരു പ്രതികരണം പോലും ലഭിക്കാത്ത ഒരു അവസ്ഥയാണ് നിലവിൽ ഇന്ത്യൻ ഫുട്ബോളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താവും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. പോരാത്തതിന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നിലവിലെ ഒരു അവസ്ഥ വെച്ച്, അതായത് നവംബർ 5-ാം തീയതി വരെ ടെൻഡർ പ്രോസസ്സിന് വേണ്ടി ഉണ്ടായിരുന്ന ഒരു അപേക്ഷ സമർപ്പിക്കുവാനുള്ള ഡെഡ് ലൈൻ ഡേറ്റ് ആയിട്ട് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ മുൻപോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നവംബർ 7 ആക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയായിരുന്നു പൊക്കോണ്ടിരുന്നത്. പിന്നീട് നവംബർ 7 ആയിട്ടും ഒരു അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു ടെൻഡർ പ്രോസസ്സിൽ ഒരു കമ്പനി പോലും ഇൻട്രസ്റ്റ് നൽകാതെ, അതായത് ഒരു ഇൻട്രസ്റ്റ് നൽകിക്കൊണ്ട് ടെൻഡർ പ്രോസസ്സ് പ്രൊസീഡ് ചെയ്യുവാൻ വേണ്ടി ഒരു ടെൻഡർ പോലും മുൻപോട്ട് വെക്കാത്ത ഒരു സിറ്റുവേഷനായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഏത് കമ്പനി വരുവാനായിട്ടാണ് എന്നുള്ളൊരു ചോദ്യമാണ് നിലവിലുള്ളത്. പോരാത്തതിന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നിലവിൽ ഈ ഒരു സാഹചര്യത്തിൽ വളരെയധികം അത് അഫക്റ്റ് ചെയ്യുന്നത് ഓരോ ക്ലബിൻ്റെയും വിദേശ താരങ്ങളെയും ഇന്ത്യൻ താരങ്ങളെയും ഒക്കെ തന്നെയാണ്. അതായത് ഈ താരങ്ങൾക്ക് അവരുടെ പ്രധാന സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് തന്നെ പ്ലേയിങ് ടൈം, അല്ലെങ്കിൽ പ്ലേ ചെയ്യുക എന്നുള്ളത്, അതായത് ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് നഷ്ടപ്പെടുമ്പോൾ ഉറപ്പായും അവർ ശബ്ദം ഉയർത്തുക തന്നെ ചെയ്യും. പോരാത്തതിന് പല ക്ലബ്ബുകൾക്കും കോൺട്രാക്ട്സ് ഉണ്ട്. അതായത് പല ക്ലബ്ബുകൾക്കും ഒരു നല്ലൊരു സാമ്പത്തികമായിട്ടൊരു നഷ്ടം വരുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പല ക്ലബ്ബുകളെയും അതായത് പല ക്ലബ്ബുകളുടെയും ഓണേഴ്സുമാർക്ക് അത് വലിയൊരു നഷ്ടമായി മാറുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പല ക്ലബ്ബുകൾക്കും അതൊരു വലിയ തങ്ങളുടെ ഫ്യൂച്ചർ എന്താവുമെന്ന തരത്തിലുള്ളൊരു ആശങ്ക ഇതിലൂടെ കൊണ്ടുചെന്ന് എത്തിക്കുകയാണ് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ നിലവിൽ ചെയ്യുന്നത്. പോരാത്തതിന് ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ താരങ്ങൾ തന്നെ മുൻപോട്ട് വന്നിട്ടുണ്ട്. അതായത് ഇന്ത്യൻ ഫുട്ബോളിൽ തന്നെ പ്രധാന താരങ്ങളായിട്ടുള്ള സുനിൽ ഛേത്രി, സന്ദേശ് സിംഗ് തുടങ്ങിയ പല താരങ്ങളും മുൻപോട്ട് വന്നിരിക്കുകയാണ്. ഫെഡറേഷന് തങ്ങളുടെ റിക്വസ്റ്റ്, അഭ്യർത്ഥനയൊക്കെ അറിയിച്ചുകൊണ്ട്. പോരാത്തതിന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളായിട്ടുള്ള അഡ്രിയാൻ ലൂണ, അതായത് ക്യാപ്റ്റനായിട്ടുള്ള അഡ്രിയാൻ ലൂണയൊക്കെ തന്നെ ഇന്നലെ വളരെ ശക്തമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫെഡറേഷന് നേരെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് നോഹ സദോയി, ഒരുപാട് താരങ്ങൾ സേവ് ഇന്ത്യൻ ഫുട്ബോൾ എന്ന് പറയുന്ന ക്യാമ്പയിനുമായിട്ട് മുൻപോട്ട് പോകുന്നു. അങ്ങനെ ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ ഫുട്ബോളിൽ തന്നെ വളരെയധികം മികച്ച മലയാളി ഇന്ത്യൻ താരമായിട്ടുള്ള സഹൽ അബ്ദുൾ സമദും ഒക്കെ തന്നെ നിലവിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി, അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ഉടൻ തന്നെ ആരംഭിക്കണം എന്നൊരു പ്രസ്താവനയിലാണ് നിലനിൽക്കുന്നത്. ഇത്രയും ആരാധകർ, ഇത്രയും താരങ്ങൾ ഒരുമിച്ച് മുൻപോട്ട് വന്നിട്ടും ഇനി ഫെഡറേഷന് കണ്ണുപൂട്ടിയിരിക്കുവാനായിട്ട് സാധിക്കത്തില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. പോരാത്തതിന് ഉടൻ തന്നെ ഒരു ആക്ഷൻ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവിയെ തന്നെയായിരിക്കും ബാധിക്കും. ഇതുവരെ ഒരു വേൾഡ് കപ്പിൽ ക്വാളിഫയറിൽ പോലും ഒരു നല്ല പ്രകടനം ഇന്ത്യൻ ഫുട്ബോളിന് കാഴ്ചവെക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ നിലവിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ടോപ്പ് ടയർ ലീഗും താഴെ പോയി കഴിഞ്ഞാൽ ഉറപ്പായും അത് വലിയൊരു നഷ്ടം തന്നെ ഇന്ത്യൻ ഫുട്ബോളിന് സംഭവിക്കും, അല്ലെങ്കിൽ അതിലേക്കുള്ളൊരു വഴിയായി മാറും എന്നൊരു കാര്യം ഉറപ്പാണ്. സോ അതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇന്ത്യൻ ഫുട്ബോളിൽ നിലവിൽ താരങ്ങളും ടീമുകളും ഒക്കെ തന്നെ നേരിടുന്ന ഈ ഒരു പ്രശ്നം, അതായത് ISLന്റെ കാര്യത്തിലുള്ള ഒരു അവ്യക്തത മാറ്റണം എന്നൊരു അഭ്യർത്ഥനയാണ് കൂടുതൽ താരങ്ങൾക്കും അതുകൊണ്ട് ആരാധകർക്കും ഉള്ളത്. അതിനകത്ത് തന്നെ IFF ഈ ഒരു കാര്യത്തിൽ പ്രത്യേകം ഒരു ഇനിഷ്യേറ്റീവ് ഉടൻ തന്നെ എടുക്കുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഒരു നവംബർ 9-ാം തീയതി മറ്റൊരു മീറ്റിംഗ് കൂടി നടത്തിയിട്ടുണ്ടായിരുന്നു സുപ്രീം കോടതിയിലെ ജഡ്ജസിനൊക്കെ വെച്ചുകൊണ്ട്. പക്ഷേ അതിലും ഒരു വ്യക്തത നിലവിൽ നമുക്ക് ലഭിച്ചിട്ടില്ല. കാരണം അതിൽ സുപ്രീം കോർട്ട് ഇനി വിധി പറയും എന്നുള്ളതൊക്കെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് AFF അവർക്ക് ഒരു ഓപ്ഷൻ നൽകിക്കൊണ്ട് മാറി നിൽക്കുകയാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയെന്ന് പറയുന്നത്. സോ അതിനാൽ തന്നെ അതെല്ലാം മാറ്റിവെച്ച് ഇന്ത്യയുടെ ടോപ്പ് ടയർ ഡിവിഷനൊക്കെ നടത്തേണ്ട, അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു ചുമതല ഏറ്റെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ നിലവിൽ AFFന് വരും എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പോരാത്തതിനായിട്ട് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ചില നയങ്ങളാണ് ഈ ഒരു കമ്പനികളൊന്നും തന്നെ ഈ ഒരു ടെൻഡറിൽ ഇൻട്രസ്റ്റ് നൽകാത്തത്, അല്ലാതെ ടെൻഡർ ബിഡ് നൽകാത്തതെന്നാണ് അറിയുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ചില റൂമറുകൾ നിലവിൽ കേൾക്കുന്നുണ്ട്. സോ അതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് നിലവിൽ നിൽക്കുന്ന ഈ ഒരു പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്ത്, താരങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും സോർട്ട് ഔട്ട് ചെയ്ത് മാറട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.